അങ്ങനെ നമ്മുടെ സാന്ത്വനം 2-ാം ഭാഗത്തിൽ ആകെ പണി വാളുന്നൊരു രംഗങ്ങൾ തന്നെ കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മിത്രയും ആര്യയും പുറത്തു പോയിട്ടൊന്നും ശരിയായില്ല. നമ്മുടെ മിഥുൻ്റെ കാര്യം ഒന്നും അങ്ങോട്ട് സെറ്റാക്കാൻ സാധിച്ചില്ല. അങ്ങനെ തിരികെ നിരാശയിൽ വരുമ്പോഴാണ് നമ്മുടെ ശ്രീദേവിയുടെ വക ചോദ്യം ചെയ്യലും സംശയമൊക്കെ. അപ്പോൾ അതിനിടയിൽ നിന്ന് നമ്മുടെ മിത്ര ഇങ്ങനെ ഊരിപ്പോകുമോ എന്നുള്ള രീതിയിൽ ആര്യനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആര്യനാണെങ്കിൽ ഈ ചേച്ചി ഏടത്തി എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ ആര്യനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ശ്രീദേവിയുടെ വീട്ടുകാരും ഭയങ്കര കലിപ്പിലാണ്. കാരണം നമ്മുടെ ശ്രീദേവിനെ കൊണ്ടിട്ട് ആ ഗോമതി സ്റ്റോഴ്സ് എങ്ങനെയും കൈക്കലാക്കുക എന്നതായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം. പക്ഷെ അതൊക്കെ അടപടലം പാളുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആകാശും മീനാക്ഷിയും കൂടെ ആ ഒരു കട വലിയക്കാട്ടൊരു സൂപ്പർ മാർക്കറ്റ് ആക്കാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ ശ്രീദേവിയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, അത് നടപടിയാകില്ല, ആ ഗോമതി സ്റ്റോഴ്സ് നിനക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ കൃഷ്ണമംഗലത്ത് ചെറിയൊരു പൊട്ടിത്തെറിയും കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അലോക് ഇങ്ങനെ നമ്മുടെ ശ്രീദേവിനെ പറ്റി അമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്കൊരു എല്ല് കൂടുതലാണ്, അവൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നൊരു രംഗങ്ങളും ഇതോടൊപ്പം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ആര്യനും മിത്രയും മിഥുൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നതാണ്. ഇനി അവർക്കൊരു ആപത്തും അപകടവും വരാതെ ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആയി കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ. എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.